ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. തോട്ടട ITയിൽ നടന്ന വിദ്യാർത്ഥി സംഘർഷം. പ്രതിഷേധവുമായി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിലും സംഘർഷം. നേതാക്കളെ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ലീൻ കാനാമ്പുഴ, ക്ലിയർ കാനാമ്പുഴ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞം നടത്തി. പങ്കാളികളായി ഒരു ഗ്രാമം മുഴുവൻ. ധീവരസഭയോടുള്ള സർക്കാരിന്റെ കനത്ത അവഗണന. പ്രതിഷേധമറിയിച്ച് ജില്ലാ കമ്മിറ്റി. കലാലയങ്ങൾ കായിക വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ. വനിതാ കോളേജിൽ വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടന കർമ്മം നടന്നു. പുതുക്കിയ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്ന ആവശ്യം. NHM ജീവനക്കാരുടെ പണിമുടക്കിൽ ആശുപത്രികളുടെ സേവനം തടസ്സപ്പെട്ടു. ടാർജറ്റ് സമ്പ്രദായം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സപ്ലൈകോ വർക്കേഴ്സ് സംഘടിച്ചു. ഔട്ട്ലെറ്റുകളിൽ മതിയായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യം. സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ വർധനവ് അനിവാര്യമെന്ന് മുൻ MLA TV രാജേഷ്. പെൻഷൻകാരുടെ ആവശ്യങ്ങളോട് സർക്കാർ നീതിപൂർവമായ സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം. അഞ്ചരക്കണ്ടിയിലെ തട്ടിക്കൊണ്ടുപോകൽ പ്രതിയെ വലയിലാക്കി പോലീസ്. PM വിശ്വകർമ്മ രജിസ്ട്രേഷനായുള്ള ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പ് കാർപ്പൻട്രി വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. നോക്കാം വിശദമായ വാർത്തകൾ. തോട്ടട ITയിൽ നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിൽ പ്രതിഷേധിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ നടന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ വ്യാപക സംഘർഷം. ബാരിക്കേഡിന് മുകളിൽ കയറിയും അടിഭാഗം ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്ത പ്രവർത്തകർക്കെതിരെ വരുൺ ജലപീരങ്കി പലവട്ടം പ്രയോഗിച്ചു. വരുണിന് നേരെയും ബാരിക്കേഡിന്റെ മറുപുറം നിന്ന പോലീസുകാർക്കെതിരെയും പൈപ്പും കൊടികെട്ടിയ പൈപ്പും വലിച്ചെറിഞ്ഞു. ഇതിനുശേഷം പോലീസ് ക്ലബിന് മുമ്പിലെ വാഹന ഗതാഗതം ഉപരോധിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി മടങ്ങിയത്. കൊടി പിടിച്ചിട്ടില്ല, അവർ SFIയുടെ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, SFIയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല, അവർ മറ്റു വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഈ വിദ്യാർത്ഥികളെയെല്ലാം കയ്യൂക്കിന്റെ രാഷ്ട്രീയം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന SFIയുടെ ഒരു വികൃതമായിട്ടുള്ള മുഖം നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, കേരളത്തിലെ ക്യാമ്പസുകളിൽ ക്രിമിനൽ സംഘങ്ങളെ വാർത്തെടുക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയായി SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന മാറിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ കൊടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വാതന്ത്ര്യമെന്നും ജനാധിപത്യമെന്നും സോഷ്യലിസം എന്നും പറയുന്ന 3 വാചകങ്ങളോട് പോലും അവർക്ക് നീതി പുലർത്താൻ സാധിക്കാതെ SFI മാത്രം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ക്യാമ്പസുകളെ വിഭാവനം ചെയ്തുകൊണ്ട് ഏക സംഘടനാ വാദത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളെ തള്ളിയിട്ടുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് എന്ത് ധാർഷ്ട്യവും ധിക്കാരവും കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്യാനോ നിങ്ങൾക്ക് കുഴിച്ചുവിലങ്ങിടാനോ ഇവിടെ മരവാഴയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന് തുടരെ നിങ്ങൾ കേരളത്തിലെ തെരുവീതികളിൽ അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിങ്ങൾ തെളിയിച്ചതാണ്. ITയിലെ അക്രമത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ SFI പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം പ്രവർത്തകർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കണ്ണൂർ DCC ഓഫീസിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ മാർച്ച് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടയുകയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, വൈസ് പ്രസിഡന്റുമാരായ P. മുഹമ്മദ് ഷമ്മാസ് ആൻഡ് സെബാസ്റ്റ്യൻ, KSU ജില്ലാ പ്രസിഡന്റുമാരായ MC അതുൽ, അൻഷിദ് VK, സൂരജ് VT, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, അർജുൻ കറ്റയാട്ട്, ആസിഫ് മുഹമ്മദ്, മിവ ജോളി, റനീഫ്, ആദർശ് മാങ്ങാട്ടിടം, ആകാശ് ഭാസ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ചിനെ നേരിടാൻ വളപട്ടണം ASI B. കാർത്തികിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചത്. ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് കെട്ടി മാർച്ച് തടഞ്ഞു. ഇതേ തുടർന്ന് ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗവും നടന്നു. തോട്ടട ITയിൽ KSU നേതാക്കളെയും പ്രവർത്തകരെയും മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ ഭരിക്കുന്നവർക്ക് ഒത്താശ ചെയ്യുന്ന പോലീസിനെതിരെ പ്രതിഷേധം ഇനിയും ശക്തമാക്കുമെന്ന് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. പ്രതിഷേധ മാർച്ചിലെ അതിക്രമം KSU നേതാക്കളെ കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. അതിക്രമത്തിന്റെ പേരിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കറ്റയാട്ട് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ടൗൺ CI ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നടന്ന അതിക്രമത്തിന്റെ പേരിലാണ് KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കറ്റയാട്ട് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ടൗൺ CI ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നേതാക്കളെ വ്യാഴാഴ്ച പകൽ 12ഓടെ അറസ്റ്റ് ചെയ്തത്. KSRTC ബസ് സ്റ്റാൻഡിലെ കടയിലിരിക്കുമ്പോഴാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. എന്നാൽ അറസ്റ്റിനെ ഇരുവരും ചെറുത്തതോടെ പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റുകയായിരുന്നു.
കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വിട്ടു കളിക്കുന്നവരെ ഓനെ പിടിക്കാൻ ഉഷാറില്ലല്ലോ. എത്ര കാലം പോകാൻ സാറേ? ഈ ഭരണം പോകാൻ ഈ താല്പര്യം പിടിക്കാൻ എന്തുകൊണ്ട് ഈ താല്പര്യം കാണിക്കുന്നില്ല? എത്ര കാലമായി ആ കുട്ടികൾ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്ര ദിവസമായി ഡിസ്ചാർജ് ആയിട്ടില്ല? ആ കുട്ടികളെ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇതുവരെ പോലീസ് തയ്യാറായില്ല. നമ്മളെ ഈ നിലയിൽ പിടിക്കാൻ എന്തിനാണ് തോട്ടട ഗവൺമെന്റ് ITIയിൽ നടന്ന SFI അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് KSU കഴിഞ്ഞ തിങ്കളാഴ്ച കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ക്ലീൻ കാനാമ്പുഴ ക്ലിയർ കാനാമ്പുഴ പദ്ധതിയുടെ ഭാഗമായി കാനാമ്പുഴ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ശിശുമന്ദിരത്തിന് സമീപം മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 26 നടക്കുന്ന ഒന്നാം ഘട്ട പ്രവൃത്തി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ അർഹതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യർ അതിന്റെ മേലെയൊക്കെ കൈവച്ചതിന്റെ ഫലമായിട്ടാണ് പർവ്വതങ്ങൾ കുന്നുകളൊക്കെ ഇടിച്ചു താഴ്ത്തുന്നു, പുഴകളെ നിരത്തുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ പ്രകൃതിയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്തങ്ങൾ അതൊക്കെ ഇല്ലാതാകണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ കാനാമ്പുഴയുടെ ഒരു പുനരുജ്ജീവനം എന്ന രീതിയിൽ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ മുക്കോപ്പാലം വരെ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നദികളുടെ പുനരുജ്ജീവന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു കാനാമ്പുഴ പദ്ധതി ആരംഭിച്ചത്. പിന്നീട് കാനാമ്പുഴ പുനരുജ്ജീവിപ്പിക്കുക എന്നത് ഒരു ജനകീയ ഉദ്യമത്തിന്റെ ഭാഗമായി മാറി. 2017 മെയ് മാസമാണ് ഇത്തരത്തിലൊരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. എല്ലാവരും പങ്കാളികളായ ശുചീകരണ യജ്ഞത്തിന്റെ ഒന്നാം ഘട്ടം ഈ മാസം 26 പൂർത്തിയാവുകയാണ്. 6,40,00,000 രൂപയുടെ പ്രവൃത്തിയാണ് ശിശുമന്ദിരം മുതൽ താഴേചുവ വരെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കേവലം പുഴ വീണ്ടെടുക്കുന്നതിനപ്പുറം ഒരു ടൂറിസത്തിന്റെ സാധ്യത കൂടി ഉയർന്നു വരികയാണ് ഇതോടെ ചെയ്യുന്നതെന്ന് N. ചന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ നദികളുടെ പുനരുജ്ജീവന പദ്ധതികളുടെ തുടക്കം കുറിച്ചിട്ടാണ് കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി ആരംഭിച്ചത്. ജനകീയമായ ഒരു മുന്നേറ്റമായിരുന്നു. കാനാമ്പുഴയെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി തുടക്കം മുതലേ ഉണ്ടായിരുന്നു. 2017 മെയ് മാസം ആരംഭിച്ച ഈ പ്രക്രിയയുടെ ഒന്നാമത്തെ ഘട്ടം 26-ാം തീയതിയോടുകൂടി പൂർത്തിയാവുക. ഏതാണ്ട് 6,40,00,000 രൂപയുടെ പ്രവൃത്തിയാണ് ശിശുമന്ദിര റോഡ് മുതൽ താഴേച്ചുവ റെയിൽവേ പാലം വരെയുള്ള മേഖലയിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഈ കാനാമ്പുഴയുടെ ഇരുകരകളും കെട്ടിഭദ്രമാക്കി നല്ല മനോഹരമായ ഫുട്പാത്ത് നിർമ്മിച്ചു. അതുപോലെ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ലൈറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുക. ഇരുകരകളും കെട്ടി ഉറപ്പിച്ചും നടപ്പാത, വിളക്കുകൾ എന്നിവ സ്ഥാപിച്ചതിലൂടെയും വലിയൊരു സാധ്യത തന്നെയാണ് ടൂറിസം മേഖലയിൽ ഉണ്ടാവുക. ഒന്നാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 26 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത്. ചടങ്ങിൽ മറ്റു മന്ത്രിമാരും പങ്കെടുക്കും. അതിനു മുന്നോടിയായുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ കാനാമ്പുഴ അതിജീവന സമിതിയുടെ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നത്. നിർമ്മാണം പൂർത്തിയായ മേഖലകളിൽ പൂർണ്ണമായും വൃത്തിയാക്കിയെടുക്കുകയാണ് ലക്ഷ്യം. പുഴയിലുള്ള പ്ലാസ്റ്റിക് എല്ലാം ശേഖരിക്കുകയും വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിത്തെളിയിക്കുകയും ചെയ്തു. കൂടുതൽ മനോഹരമാക്കുകയാണ് കാനാമ്പുഴയെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 2-3 വർഷമായിട്ട് കുറച്ച് ആൾക്കാർ നമ്മൾ 3 ആൾ കൂടിയിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. പക്ഷെ അന്നേരം വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാനാമ്പുഴേൻ്റെ ഇത് വന്നതിന് ശേഷം വെള്ളത്തിന് കുറച്ച് ഇതുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ എന്ന് പറഞ്ഞാൽ ധാരാളം കുപ്പികളും അതും ഇതും സകല സാധനം ഈ തോട്ടിൽ കൊണ്ടിടുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അതിനുള്ള പ്രയാസമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ കുറേ ചെറുപ്പക്കാരും ആൾക്കാരും എല്ലാം വന്നിട്ട് നമ്മളെ നാട്ടിലാണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് പക്ഷെ അതൊന്നും ആരും അത്ര ഇതെടുക്കുന്നില്ല. നമ്മളെ നാട്ടുകാരനെ പ്രതികരിക്കാൻ അതിന് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ കാനാമ്പുഴേൻ്റെ അവസ്ഥ ഇങ്ങനെയായത്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വൃത്തിയാക്കുന്നതുകൊണ്ട് കാനാമ്പുഴ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഉദ്ഘാടനം കഴിഞ്ഞാലും കാനാമ്പുഴേനെ
എല്ലാവരും ഇതാക്കണം. കാനാമ്പുഴ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടങ്ങ് പോയാൽ ശരിയാവില്ല. അതിനെന്ത് ശരിക്കും നമുക്കിവിടെ ഒരാളെ ആക്കണം, നോക്കാനും പിടിക്കാനെല്ലാം ക്യാമറ വെക്കണം, അങ്ങനെയെല്ലാം ചെയ്യണം. എന്നാലേ കാനാമ്പുഴയായിട്ട് നിൽക്കുള്ളൂ. അല്ലെ പിന്നെ പണ്ടത്തെ പോലെ ആയിരിക്കും. ഹരിത കേരള മിഷൻ പ്രവർത്തകർ, ചേലോറ, എളിയാവൂർ ഡിവിഷൻ കൌൺസിലർമാർ, നാട്ടുകാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രവൃത്തി നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള ധീവരസഭയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് US ബാലൻ ഉദ്ഘാടനം ചെയ്തു. ധീവര സമുദായത്തെ പട്ടികയായി ഉൾപ്പെടുത്തണമെന്ന തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം പാടെ റദ്ദാക്കി. ഞാനും ജനറൽ സെക്രട്ടറിയും ഒരു കാലത്ത് ശ്രീ ശാസ്ത്രി ഭവനിൽ ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങളുടെ പട്ടികജാതി പ്രശ്നം എന്തായെന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞത് ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് നിങ്ങളുടെ പട്ടികജാതി പ്രശ്നം കണക്കിലെടുക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് നിലവിലുണ്ടാകുമ്പോൾ ഗവൺമെൻറ് തീരുമാനമേ ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും പട്ടികജാതി പ്രശ്നം തീരുന്നതിലാണ് നമുക്ക് തന്നിട്ടുള്ള ഉത്തരവ്. ധീവരസഭയോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, ധീവരസഭയെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ടി സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. കെ ദുർഗാദാസ്, കെ രതീശൻ, എം പവിത്രൻ മാസ്റ്റർ, കെ അനിൽകുമാർ, ടി സന്തോഷ്, കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേള. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അതെന്തായാലും ഇപ്പൊ നടക്കൂല. GITD ഉള്ളപ്പോ എന്തിനാ വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കണേ? കുറഞ്ഞ ഫീസല്ലേ ഉള്ളൂ അവിടെ. പിന്നെ നീ പറയണ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള സിലബസിനേക്കാളും അപ്ഡേറ്റഡ് സിലബസ് വെച്ചാണ് GITD ക്ലാസുകൾ കൊടുക്കുന്നത്. പിന്നെ GITD ഫാഷൻ ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകളിലേക്ക്. കലാലയങ്ങൾ കായിക വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളാണെന്നും അതിനാൽ ആ ലക്ഷ്യത്തെ മുൻനിർത്തി വിവിധ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെന്നും കായിക വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ. കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ സുവർണ ജൂബിലി വർഷത്തിൽ ഗ്രൗണ്ട് നവീകരണം, സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം, ഹോസ്റ്റൽ നിർമ്മാണം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും കാലം ആഗ്രഹിച്ച ഒരു സ്റ്റേഡിയം ആ ആഗ്രഹം സഫലമാകുന്ന ദിനമാണ്. ബഹുമാനനായ കൃഷ്ണമോഹനന്റെ പേരിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ കോളേജിന് ഇന്ന് നിരവധിയായ പുതിയ പദ്ധതികളിലൂടെ ആധുനികവൽക്കരിക്കുകയാണ്. നമ്മളിരിക്കുന്ന ഈ ഹോളടക്കം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിർമ്മിച്ചതാണ്. ചടങ്ങിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹനൻ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, കൌൺസിലർമാരായ കൂക്കിരി രാജേഷ്, VK ഷൈജു, T. രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ
CITUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള വർധനയിലെ അപാകതകൾ പരിഹരിച്ച് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി ശമ്പളം നൽകുക, ദിവസവേതനക്കാരെ കരാർ ജീവനക്കാരായി നിയമിക്കുക, പ്രസവാവധി തടയാൻ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടുന്നത് ഒഴിവാക്കുക, EPF-ൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ സമരം. 2.81 ലക്ഷം കോടി രൂപയാണ്. അവർ BPL-കാരാണോ? ബിലോ പോവർട്ടി ലൈനിൽ ജീവിക്കുന്നവരാണോ? അവർക്ക് നികുതി കൊടുക്കാൻ കഴിയുകയില്ലേ? ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നികുതി സൗജന്യങ്ങൾ നൽകുന്നു. അവർ കടമെടുത്തിട്ടുള്ള ബാങ്കുകൾ, നാഷണൽ ബാങ്കുകൾ പ്രത്യേകിച്ചും, അവരുടെ കിട്ടാക്കടം എഴുതിത്തള്ളുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്പത്ത്, മനുഷ്യരുടെ സമ്പത്ത്, അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിനു വേണ്ടി കേന്ദ്രം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ആ പദ്ധതിക്ക് പണം നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഫെഡറേഷൻ ജില്ലാ ട്രഷറർ AK സാനോജ് അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റോ ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി M സുരേന്ദ്രൻ, ഡോക്ടർ പ്രിയ ബാലൻ, ഡോക്ടർ പ്രദീപൻ PV എന്നിവർ സംസാരിച്ചു. സിജു C, റുഷിൻ TN, ശ്രീവിദ്യ, ജാക്സൺ P, രാഹുൽ KR തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ ഓഫീസിന് മുൻപിൽ കൂട്ടധർണ നടത്തി. CPI കണ്ണൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വെള്ളോറ് രാജൻ ഉദ്ഘാടനം ചെയ്തു. ടാർജറ്റ് സമ്പ്രദായം നിർത്തലാക്കുക, ഔട്ട്ലെറ്റുകളിൽ മതിയായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുക, തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇടതു സർക്കാർ വഴിതെറ്റുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെള്ളോറ രാജൻ പറഞ്ഞു. ബദലായി ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കേരള മോഡൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ, ജനങ്ങളോട് കാണിക്കുന്ന അനുകമ്പ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട്, ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളും തൊഴിലാളികളും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിലെ പല മേഖലകളിലും ഇപ്പോൾ തൊഴിലാളി ദ്രോഹ നിലപാടുകളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ കേരളത്തിലെ പല മേഖലകളിലെയും അനുഭവം. സപ്ലൈകോ മാത്രമല്ല, നമുക്കറിയാം, ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ നിലപാടുകൾ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വിലക്കുറവോടുകൂടി സാധനങ്ങൾ മാർക്കറ്റിൽ ലഭിക്കണമെങ്കിൽ സപ്ലൈകോയുടെ ഇടപെടൽ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഇടപെടൽ, അതുകൊണ്ട് മാത്രമേ പൊതുമാർക്കറ്റിൽ വില കുറയൂ. AITUC ജില്ലാ പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P ലക്ഷ്മണൻ, KT സുജാത, KV ഉഷ, C രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരളത്തിലെ സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ വർധനവ് അനിവാര്യമാണെന്ന് മുൻ MLA TV രാജേഷ്. കേരളത്തിലെ സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ നടത്തിയ കലക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻകാരുടെ ആവശ്യങ്ങളോട് സർക്കാർ നീതിപൂർവമായ സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സംസ്ഥാന സർവീസിൽ ഏതാണ്ട് 5.25 ലക്ഷം ആളുകളാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ അതിന്റെ 1/5 ആളുകൾ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നു. സർക്കാർ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ എംപ്ലോയർ, തൊഴിൽ നൽകുന്ന സംവിധാനം കേരളത്തിൻ്റെ സഹകരണ മേഖലയാണ്. ആ സഹകരണ മേഖലയിൽ നിന്ന് പെൻഷൻ പറ്റിയിട്ടുള്ള പെൻഷനേഴ്സിൻ്റെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു പരിഷ്കാരത്തിന് കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ്, പെൻഷൻ ബോർഡ് മുൻകൈ എടുക്കണം എന്ന ആവശ്യമാണ് ഈ സമരത്തിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ജില്ലാ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഈ സമരത്തിലൂടെ KCSPയെ ആവശ്യപ്പെടുന്നു.
അസോസിയേഷൻ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ പി പ്രഭാകരൻ സ്വാഗതവും കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി പ്രജീഷ്, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി അഗീഷ് കുമാർ കെ വി, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എൻ വി അജയകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി കുഞ്ഞികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. അഞ്ചരക്കണ്ടി അമ്പനാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി 8 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതി പിടിയിൽ. കൊറ്റാളി അത്താഴക്കുന്ന് സ്വദേശി പള്ളിയത്ത് ഹൌസിൽ പ്രസൂണാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് എടയന്നൂർ സ്വദേശി മുരിക്കിൻചേരി CM മഹറൂഫിനെ തട്ടിക്കൊണ്ടുപോയത്. വീട്ടിൽ നിന്നിറങ്ങി പുനലൂർ തലശ്ശേരി ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന എടയന്നൂർ സ്വദേശി മുരിക്കിൻചേരി CM മഹ്റൂഫിനെയാണ് കാറിലെത്തിയ 4 സംഘം തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന് കീഴല്ലൂർ മുത്തപ്പൻ ക്ഷേത്രത്തിന് ചേർന്നുള്ള കനാൽ പാലത്തിന് സമീപം തള്ളിയിട്ടത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് കാറിന്റെ നമ്പർ കണ്ടെത്തിയെങ്കിലും നമ്പർ വ്യാജമായിരുന്നു. കണ്ണൂർ ACP രത്നകുമാർ, ചക്കരക്കൽ CI MP ആസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ M അജയൻ, K രാജീവൻ, സജിത്ത്, K ഷാജി, രഞ്ജിത്ത്, സ്നേഹേഷ്, CP നാസർ തുടങ്ങിയവരടങ്ങിയ സ്ക്വാഡാണ് കുഞ്ഞിപ്പള്ളിയിൽ വെച്ച് പ്രതിയെ പിടികൂടിയത്. കേസിൽ 3 പ്രതികളെ കൂടി ഇനിയും പിടികൂടാനുണ്ട്. കാർപ്പൻട്രി വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PM വിശ്വകർമ്മ രജിസ്ട്രേഷനായുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ജില്ലാ പ്രസിഡന്റ് പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, കേസാണോ ഞങ്ങളത് ഫോർവേഡ് ചെയ്യട്ടെ നന്നായിട്ട് ചോദിക്കുകയും കാരണം 3ാമത്തെ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. ഇത് പൈസ വരുന്നത് നിങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങാനാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ വരില്ല. നിങ്ങൾ ഏത് കടയിൽ നിന്നാണോ ഈ ഉപകരണങ്ങൾ വാങ്ങുന്നത്, മെഷീനറി, മോട്ടോറോ അല്ലെങ്കിൽ ആർക്കാവ് ഏതെങ്കിലും ഉപകരണങ്ങളോ പൈസ കൊടുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ കടയിൽ നിന്നുള്ള ഇതിന്റെ ബില്ല് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊടുക്കുമ്പോൾ ആ കടയിലേക്ക് ആയിരിക്കും അവർ പൈസ ഫോർവേഡ് ചെയ്യുന്നത്, കയ്യിലേക്ക് പൈസ തരില്ല. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു സ്കീമാണ് മുദ്ര ലോൺ. ആർട്ടിസാൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ വിനോദ് കുമാർ, PM വിശ്വകർമ്മ നോഡൽ ഓഫീസർ സുഗൃത്, സുജിത് വാരം, പ്രതീഷ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ 18 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കരകൗശല തൊഴിലാളികൾക്കുള്ള ആർട്ടിസാൻ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കാർഡ് എടുക്കാനുള്ള സൗകര്യവും കൂടാതെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ അപകട ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ എടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.